അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ പരിശുദ്ധമായ റമളാൻ മാസത്തില്, ഈ വിശുദ്ധമായ റമളാൻ മാസത്തില് ഏതെങ്കിലും മക്കൾ തന്റെ മാതാപിതാക്കളോട് കരുണ കാണിച്ചാൽ, അവരോട് സ്നേഹത്തോടു കൂടിയൊന്ന് പെരുമാറിയാൽ, മുത്തുനബി അവിടെ നിന്ന് പറയുന്നു, വമൻ ബർറ വാലിദൈഹി ഫീ റമളാൻ യനാലു നദറല്ലാഹു തആല. ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്, ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടല്ലോ, ഈ പരിശുദ്ധമായ റമളാൻ മാസത്തില് തന്റെ ഉമ്മയുടെയും വാപ്പയുടെയും മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. റമളാനിന്റെ ഒന്നാമത്തെ 10 ദിവസം റഹ്മത്ത് വാങ്ങാനുള്ള 10 ദിവസമായിരുന്നു. ആ 10 ദിവസം വിട പറഞ്ഞു പോയല്ലോ. സഹോദരാ, ഇനി നിനക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് വേണോ? പടച്ചവന്റെ കാരുണ്യം വേണോ? ആ കാരുണ്യമില്ലാതെ നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും തന്റെ സ്വഹാബത്തിനോട് പറയുകയാ, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സൽക്കർമ്മമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും രക്ഷപ്പെടുമെന്ന് കരുതണ്ട. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് നിസ്കാരമുണ്ട്, ഒരുപാട് സദഖയുണ്ട്, ഒരുപാട് ഖുർആൻ ഓതിയവരാണ്, ഒരുപാട് ദിക്റുകൾ പറഞ്ഞവരാണ്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സൽക്കർമ്മമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. ഇത് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലാ, പറഞ്ഞത് സ്വഹാബത്തിനോടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ അമലുകൾ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടൂല. ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കരുണയില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയില്ലെന്ന് പ്രവാചകൻ പറയുമ്പോ, നബിയേ അങ്ങയുടെ കാര്യവും അങ്ങനെയാണോ നബിയേ? മുത്തുനബി പറഞ്ഞു, എന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന റമളാനാ, ഈ റമളാൻ മാസത്തിൽ സ്നേഹത്തോടെ നിന്നെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവ്, ആ ഉമ്മയുടെ മുഖത്തേക്ക് നീ ഒന്ന് സ്നേഹത്തോടെ നോക്കിയാൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വന്തം രക്തം വിയർപ്പാക്കി നിനക്ക് വേണ്ടി ജീവിച്ച് നിനക്കൊരു കുടുംബ ജീവിതം ഉണ്ടാക്കി തന്ന നിന്റെ പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ, മുടിയെല്ലാം നരച്ചുപോയാ, രോഗം പിടിച്ചിട്ട് എഴുന്നേക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ മുഖത്തേക്ക് നീ എങ്ങാണമെന്ന് സ്നേഹത്തോടെ നോക്കിയാ, അല്ലാഹുവേ പടച്ചവന്റെ റഹ്മത്ത് നിനക്ക് ലഭിക്കും. പെണ്ണ്, എന്റെ പ്രിയപ്പെട്ടവരോട് പറയാറുള്ളത്, അല്ലാഹുവേ ഉമ്മയെയും വാപ്പയെയും മറന്നിട്ട് നിനക്കിവിടെ എന്ത് ലഭിക്കാനാ? നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുകയാണ്. പടച്ചവനെ, പലരും പറയാറുണ്ട്, ഉസ്താദേ കണ്ണിന് കാഴ്ച കുറവാണ്, കണ്ണിന്റെ കാഴ്ച കുറയുന്ന ഉസ്താദേ. അല്ലാഹുവേ കണ്ണിന്റെ കാഴ്ച തിരിച്ചു വേണോ? ഉമ്മാടെ മുഖത്ത് നോക്കും മക്കളെ. നിനക്കല്ലാ നിന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, നിന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കുക ചെറുപ്പക്കാരാ. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല. ഉമ്മയുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയാ. ഉമ്മയുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മാതാപിതാക്കളോട് കരുണ കാണിക്കേണ്ട മാസമാണ് റമളാൻ മാസം. ഉമ്മാനെ തിരിഞ്ഞു നോക്കാതെ, വാപ്പയെ തിരിഞ്ഞു നോക്കാതെ, അവർക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ നീ പട്ടിണിയിരുന്നിട്ട് കാര്യമില്ല. എന്തിനാ വെറുതെ പട്ടിണിയിരിക്കുന്നത്? മാതാപിതാക്കളെ വേദനിപ്പിച്ചവന്റെ നോമ്പ് അല്ലാഹുവിന് വേണ്ട, നിന്റെ ഒരു സൽക്കർമ്മവും അല്ലാഹുവിന് വേണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, അല്ലാഹുവേ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ
ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാ. അല്ലാഹുവേ, സ്വാഗത പ്രഭാഷണം നടത്തിയ ഉസ്താദ് അവിടുന്ന് പറഞ്ഞല്ലോ, ഈ കാണുന്ന പടച്ചവനെ ഏക്കർ കണക്കിന് കിടക്കുന്ന ഈ വസ്തുവുണ്ടല്ലോ, ഇത് അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു സ്ഥാപനം പഠിക്കുന്നതിന് വേണ്ടി പടച്ചവനെ ഇവര് കൊടുത്തത് മാതാപിതാക്കൾക്ക് വേണ്ടിയല്ലേ. ഇവരൊക്കെ പടച്ചവരെ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മണ്ണറ മണിയറയാകണം ഉസ്താദ്. അവര് കഷ്ടപ്പെട്ട് പട്ടിണി കിടന്നിട്ട് ഞങ്ങളെ വളർത്തിയവരാ. അവരുടെ പേരിലല്ലേ കൊടുത്തത്. ഓരോ സെന്റ് വാങ്ങിക്കൊടുത്തത് ഉമ്മയ്ക്ക് ദുആ ചെയ്യാരാ, വാപ്പയ്ക്ക് ദുആ ചെയ്യാരാ. ഇതൊക്കെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ കൊടുക്കുന്നതാ. പടച്ചവനെ ഇരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇവിടെന്ന് ചോദിക്കുമ്പോ നിങ്ങളിൽ പലരും സ്വർണ്ണമൂരി കൊടുക്കുന്നത്, കഷ്ടപ്പെട്ട പൈസ കൊടുക്കുന്നത്, അത് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ളൂ. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാ നബിയേ ചിരിക്കുന്നത്? എന്തിനാ നബിയേ ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി ചോദിക്കുകയാ. കാരണം പ്രവാചകൻ അങ്ങനെ വെറുതെ ചിരിക്കാറില്ല. എന്തെങ്കിലും കാരണമില്ലാതെ പ്രവാചകന് ചിരിക്കൂല. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, എന്തിനാ നബിയേ ചിരിക്കുന്നത്? ആയിഷ, റഅയ്തു ഫിൽ ജന്നതി ബാരിഹാ വസമിഅ സൗത ഖാരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നു, ആയിഷ, ഞാൻ സ്വർഗം കണ്ടു ആയിഷ, ഞാൻ സ്വർഗം കണ്ടു ആയിഷ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലൂടെ ലോകത്തിന്റെ നേതാവ് ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കാണുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കാണുകയാണ്. ആ കൊട്ടാരത്തിന്റെ അകത്തൊരു ചെറുപ്പക്കാരിൽ നിന്ന് ഖുർആൻ ഓതുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. ആരാ തമ്പുരാന്? ഈ സ്വർഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരനാരാണ്? അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് വിളിച്ചു പറയുന്നു, യാ റസൂലല്ലാഹ്, ആ ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ. അത് ഹാരിസയാണ് നബിയേ, അത് ഹാരിസയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. മലക്കുകളാണ് പറയുന്നത്, മലക്കുകളാണ് പറയുന്നത്, അത് ഹാരിസയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീലേ, എന്റെ ഹാരിസാനെ നിനക്കറിയുമോ ജിബ്രീൽ? എന്റെ ഹാരിസാനെ നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആ ചെറുപ്പക്കാരനെ അറിയാത്ത ഒരു മലക്കുമില്ല നബിയേ. എല്ലാവർക്കും ഈ ചെറുപ്പക്കാരനെ പരിചയമാണ്. ഈ ചെറുപ്പക്കാരനെ അറിയാത്ത ഒരു മലക്കുമില്ല. ദുനിയാവിലെ ജനങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ സർവ്വ മലക്കുകൾക്കും ഈ ചെറുപ്പക്കാരനെ അറിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, അതിന്റെ കാരണം എന്താ? യാ റസൂലല്ലാഹ്, ഇന്നഹു മിൻ മഅതി സ്വാബിഅ അല്ലദീ തകഫലല്ലാഹു ബിഅർസാഖിനാ. യാ റസൂലല്ലാഹ്, ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഈ ചെറുപ്പക്കാരന്റെ പേര് നിനക്ക് എങ്ങനെ അറിയാ? എനിക്ക് മാത്രമല്ല അറിയാ, എനിക്ക് മാത്രമല്ല നബിയേ, എല്ലാ മലക്കുകൾക്കും അറിയാ. ഈ ചെറുപ്പക്കാരനെ അറിയാത്ത ഒരു മലക്കുമില്ല. എല്ലാവർക്കും ഈ ചെറുപ്പക്കാരനെ വല്ലാത്ത പരിചയമാണ്. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു നാളെ സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാണ് നബിയേ. നാളെ പടച്ച റബ്ബ് സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാണ് നബിയേ.
അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി. പ്രവാചകൻ അവിടുന്ന് ആയിഷ ബീബിയോട് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഈ ചെറുപ്പക്കാരിത് കിട്ടാനുള്ള കാരണം എന്തെന്നറിയുവോ? കദാക്കൽ ബിർറു, തന്റെ മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അല്ലാഹു കൊടുത്തതാണ് ആയിഷ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുന്ന പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്തിനാ നബിയെ ചിരിക്കണേ? ആയിഷ, ഞാൻ സ്വർഗം കണ്ടു. ഞാൻ സ്വർഗത്തിലൂടെ എങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവേ, ആരാ പടച്ചവൻ? എങ്ങനെ നിൽക്കുമ്പോ മലക്കുകൾ വന്നിട്ട് പറയണത് ഹാരിസ് റളിയല്ലാഹു തആല അൻഹു. അത് ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല. പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ജിബ്രീലിനോട് ചോദിക്കാം, നിങ്ങൾക്ക് എങ്ങനെ? നിങ്ങൾ ഇപ്പൊ ഈ സദസ്സിൽ ഇരിക്കുന്ന ചില ആൾക്കാരുടെ പേര് മലക്കിനറിയാം, സിറാജിനെ അറിയാം, അബൂബക്കറിനെ അറിയാം, ഉമറിനെ അറിയാം, അലിയിനെ അറിയാം, ഫാത്തിമയെ അറിയാം, ആയിഷാനെ അറിയാം. ചില പെണ്ണുങ്ങളെ മലക്കുകൾക്ക് മുഴുവനും പരിചയ. ഈ നാട്ടുകാർക്ക് അറിയണമെന്നില്ല, നിന്റെ കുടുംബക്കാർക്ക് അറിയണമെന്നില്ല. പക്ഷെ മലക്കുകൾക്ക് നിങ്ങളിൽ ചിലരെ വലിയ പരിചയമാണ്. അപ്പൊ ചോദിച്ചു, എങ്ങനെ അറിയാം? നബിയെ, അള്ളാഹു നാളെ സ്വർഗത്തിൽ ചെറുപ്പക്കാരന് ഭക്ഷണം കൊടുക്കും, അതുകൊണ്ട് അറിയാം. അള്ളാഹു നാളെ സ്വർഗത്തിൽ ചെറുപ്പക്കാരന് ഭക്ഷണം കൊടുക്കും, അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ പരിചയം. അള്ളാഹു ആ ഭാഗ്യം നമുക്കും തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീട്. എവിടെ വീട്? കരിങ്കല്ലത്താണി ടൗണിലല്ല. അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട്. 2, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം. അള്ളാഹുവെ നമുക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ. വേണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈവക്കിക്കേ. അതിനും ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? പൊക്കണമെങ്കിൽ നേരെ പൊക്ക്. അരക്കയ്യന്മാരെ ഒന്നും എനിക്ക് വേണ്ട. ചിലപ്പോ ഇതിന്റെ പേരിലായിരിക്കും അള്ളാഹ് സ്വർഗം തരുന്നത്. ഈ പൊക്കിയ കൈക്കകത്ത് കിടക്കണ മോതിരമൊക്കെ ഊരിങ്ങി തന്നാ മതി, കിട്ടും. ഈ 2 പ്രതിഫലം വേണമെങ്കിൽ ഈ അത് ചോദിച്ചപ്പോഴത്തേക്ക് ഒറ്റ താഴ്ത്തല, ഇടിവെട്ടിയതുപോലെ. നിങ്ങളുടെ കൈ കിടക്കണ മോതിരൊക്കെ ഊരി തന്നിട്ട് പൊക്കോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവെ, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീടും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യവും വേണോ? അള്ളാഹിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിൽ അള്ളാഹു ആദ്യമായിട്ട് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം ഏതാ? മന്തി ബിരിയാണി, കുഴിമന്തി അല്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മീനിന്റെ പൊരിച്ച കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് മീന്റെ കരള്. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ തിന്നു പഠിച്ചോ, പൊരിച്ചേട്ടാ. സ്വർഗത്തിൽ പോകുമ്പോ ആദ്യം തിന്നാൻ തരുന്ന അതാ. അള്ളാഹു നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പ്രവാചകൻ പറഞ്ഞു, വാപ്പാനെയും ഉമ്മാനെയും സ്നേഹിച്ചതിന് അള്ളാഹ് ഇത് കൊടുത്തേ. ആയിഷ ബീബി ചോദിച്ചു, നബിയെ, എനിക്കും കിട്ടുവോ? കാരണം എനിക്ക് എന്റെ വാപ്പാനെയും ഉമ്മാനെയും ഇഷ്ടമാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, എനിക്ക് എന്റെ മാതാപിതാക്കളെ ഇഷ്ടമായി, എനിക്ക് കിട്ടുവോ? അപ്പൊ പറഞ്ഞു, കിട്ടൂല. മാതാപിതാക്കളെ സ്നേഹിച്ചു എന്ന ഒരു കാരണത്തിന്റെ പേരിൽ ഇത് കിട്ടൂല. അള്ളാഹു ഈ ചെറുപ്പക്കാരന് കൊടുക്കാനുള്ള കാരണം, ഈ ചെറുപ്പക്കാരന് 3 നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ചെറുപ്പക്കാരന് 3 നല്ല ഗുണം ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും, എനിക്കുണ്ടെങ്കിൽ എനിക്കും കിട്ടും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വാപ്പായോ ഉമ്മായോ ഇന്ന് ജീവിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അതിനെന്താ പേടിക്കണേ? അള്ളാഹ് എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ കൈ പൊക്കിയ മക്കൾക്ക് ഈ പറയുന്ന 3 സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രതിഫലം അള്ളാഹു തരും. ഈ പറയുന്ന 3 സ്വഭാവം ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ആണിനോ പെണ്ണിനോ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഈ പ്രതിഫലം തരും. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ നബിയേ, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട് ഈ പ്രപഞ്ചം മുഴുവനും അടക്കോ. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കടിച്ചിട്ടുള്ള മക്കളാ. വാപ്പാന്റെ കയ്യിൽ നിന്ന്, ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കടിക്കാത്ത ഒരു മകനുമില്ല, ഒരു മകളുമില്ല. പടച്ചവരെ, ഇന്നും നമുക്ക് കൊതിയാണ്. ഉമ്മ ഒരിക്കലെങ്കിലും ഒന്ന് ഭക്ഷണം മാറി തന്നിരുന്നെങ്കിലും അല്ലാഹുവേ, കൊതിയോടെ കാത്തിരിക്കുന്നവരാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ,
ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? കാന യുതഇമുഹാ ബിയദിഹി, സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരി ഉമ്മാന് തിരിച്ചു കൊടുക്കുന്ന മകനായിരുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മകൻ ഉമ്മാടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് മാത്രം വാങ്ങി തിന്നു പഠിച്ചവനാ. പക്ഷേ ആ ഇങ്ങോട്ട് തിന്നു വാങ്ങി കഴിച്ചു പഠിച്ച മനുഷ്യൻ, ആ മകൻ ഉമ്മായിക്ക് തിരിച്ചും ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബിയിനാ റസൂലുള്ളാഹി വാപ്പായിക്കോ ഉമ്മായിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ള മക്കളൊക്കെ ഒന്ന് കൈവക്കിക്ക്. കാണാനുള്ള കൊതിയുണ്ട്. അള്ളാഹു നിങ്ങൾക്കൊക്കെ പുറത്തേരുമാറാകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങൾ, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പെറ്റതള്ളയ്ക്ക് ചോറ് വാരി കൊടുക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ അപ്പ. അള്ളാഹു നമുക്കൊക്കെ പുറത്തേരുമാറാകട്ടെ. നിങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കുക. ഞാൻ ഒന്നും പറയണില്ല. നിന്റെ ഗതികേടൊന്ന് ചിന്തിച്ചു നോക്കോ. അപ്പൊ എന്തേ നിനക്ക് സമയമില്ല പോയാ എന്തേ താത്താമാരെ? മാതാപിതാക്കൾ ഉണ്ടോന്ന് വെച്ചപ്പോ രണ്ട് കൈയും പൊക്കിയ താത്ത ഒരു 10 പെണ്ണുങ്ങളെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു. ഒരു 10 താത്താമാരെ അല്ലേ? പെറ്റ തള്ളയ്ക്ക് ഭക്ഷണം വാരി കൊടുക്ക. ഇനി ആ കിളവിക്ക് അതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ അല്ലേ? ഉമ്മാനൊന്നുമല്ല വിളിക്കണേ, കിളവി. ഇവിടെ എന്താ അതിനെ വിളിക്കുക? ഈ പ്രായമുള്ളവരെന്താ വിളിക്കുക? കിളവി. നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്കണമെന്നില്ല. ഞങ്ങളുടെ നാട്ടിലെ കിളവനും കിളവി എങ്ങനാ? ഇപ്പൊ അതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. എങ്ങനാ അല്ലേ? ആ മുടിയൊക്കെ നരച്ചുപോയ രോഗം പിടിച്ച് കിടക്കണ തള്ളയ്ക്കും തന്തയ്ക്ക് ഇനി വാരി കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. അല്ലാഹു അഅലം. നിങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു ഒരു പൈസ ചെലവില്ലാത്ത കാര്യമില്ലേ? സ്വന്തം ഉമ്മയ്ക്ക് എന്തേ സഹോദരങ്ങൾ ചിന്തിക്കാത്ത? നീ വിചാരിച്ചു അള്ളാന്റെ സ്വർഗം വെറുതെ കിട്ടുമെന്ന്? ഉമ്മാടെ കൈ നിന്നിട്ട് മാത്രം തിന്നു പഠിച്ചാൽ പോരല്ലോ, തിരിച്ചൊരിക്കലെങ്കിലും ഒന്ന് വാരിക്കൊടു. ഇന്ന് സമയമില്ലല്ലോ ആർക്കും. മാതാവിനും പിതാവിനും ഭക്ഷണം വാരി കൊടുക്കാൻ പോയിട്ട് അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ സമയമില്ല. ഉമ്മായിക്ക് ഭ്രാന്ത് കൊണ്ട് ഭ്രാന്താശുപത്രി ഇട്ട് ഉമ്മ അവിടെ നിന്ന് ചാടിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കണ്ടു. സാറേ എനിക്ക് ഭ്രാന്തുണ്ടോ? ഇല്ലുമ്മ, നിങ്ങൾക്ക് എന്നാ ഒന്ന് എഴുതിത്താ, എന്റെ മക്കളെ കാണിക്കാനാ. ഡോക്ടർ റിപ്പോർട്ട് എഴുതി കൊടുത്തു, ഉമ്മായിക്ക് ഭ്രാന്തില്ലാന്ന്. കൊണ്ടുപോയി വീട്ടിൽ കാണിച്ചപ്പോ മക്കള് പറയും, ഇല്ലുമ്മ നിങ്ങൾക്ക് ഭ്രാന്താണ്. ഇതാ അവസ്ഥ. മാതാപിതാക്കൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട് ഇന്ന് വൃദ്ധസദനങ്ങളൊക്കെ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മാതാവിനെയും പിതാവിനെയും നോക്കാനില്ലേ താത്താമാരെ? നിനക്കൊക്കെ സ്വർണവും കിട്ടി, നല്ലൊരു കെട്ടിയവനെയും കിട്ടിയപ്പോ ഉമ്മാനെ ഒന്നും നോക്കായില്ലേ? റമളാനിന്റെ 10-14 ദിവസമായി. നീ ഒന്ന് വിളിച്ചിട്ടുണ്ടോ നിന്റെ ഉമ്മാനെ? ഒന്നും പോയി നോക്കിയിട്ടുണ്ടാ? ഉമ്മ നോമ്പ് തുറക്കാൻ വല്ലതുണ്ടോ? നിന്റെ വീട്ടിൽ മത്സരവാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നതിന് പ്രതികാരം ചെയ്യുന്നത് പോലെ നീ തിന്നുമ്പോ നിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഉമ്മ നിങ്ങൾ ഇത്തിരി കഞ്ഞിയെങ്കിലും കുടിച്ചോ എന്ന് ചോദിക്കോ താത്ത? നിനക്ക് അള്ളാന്റെ സ്വർഗം വെറുതെ ഇട്ടിരിക്കാണെന്ന് നീ കരുതിയോ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് വയത് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം മക്കളും പെണ്ണുമ്പുള്ള എല്ലാം പൊക്കോണം എവിടെ വേണമെങ്കിലും. ഇന്ന് ഈ വയലിന്റെ സദസ്സിലിരിക്കുന്നവർ പെണ്ണുങ്ങളോട് പറയുന്നു, ഭർത്താവിന്റെ അനുവാദം ചോദിച്ചിട്ട് പോ. നിന്റെ പാടമ്മയുടെയും അടുക്കൽ, നിന്റെ മാതാവിന്റെയും പിതാവിന്റെയും വീട്ടിൽ ഇന്ന് പൊക്കോണം. ഇന്ന് വീട്ടിൽ പോയിട്ട് ഈ സദസ്സിരിക്കണ സർവ്വ എണ്ണവും ഇന്ന് വീട്ടിൽ പോയിട്ട് അള്ളാഹുവെ രോഗം പിടിച്ച് വീടിന്റെ അകത്ത് കിടക്കുന്ന വാപ്പയുടെയും ഉമ്മയുടെയും ചാരത്ത് ചെന്നിട്ട് കാലി പിടിച്ചിട്ട് കരയണം. മാ പൊരുത്തം തരണേ ഉമ്മച്ചി, അപ്പാ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. നിങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ ആ സ്വർഗം കിടക്കുന്നത് എനിക്ക് വേണം. കരയണം. കരഞ്ഞു വിളിച്ചിട്ട് ഉമ്മയുടെ കാലി പിടിച്ചിട്ട് ചോദിക്കണം, ഉമ്മ എനിക്കൊരാഗ്രഹമുണ്ട്, സാധിച്ചു തരുവോ? ഉമ്മച്ചി എനിക്കൊരാഗ്രഹമുണ്ട്, നിങ്ങൾ സാധിച്ചു തരുമോ? എന്തേ മോനെ? ഉമ്മ ഈ ആരോഗ്യമൊക്കെ നിങ്ങൾ പട്ടിണി കിടന്നിട്ട് വാരി തന്നതിലുണ്ടായതല്ലേ ഉമ്മ. എനിക്ക് എന്റെ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മയ്ക്ക് ഒരു വട്ടമെങ്കിലും ചോറ് വാരി തരണമെന്ന് ആഗ്രഹമുണ്ട്. ഉമ്മ എനിക്കൊരവസരം തരുവോ? ഒരവസരം തരുവോ? നിന്റെ ഉമ്മ നെഞ്ചു പൊട്ടിയിട്ട് കരയും മനുഷ്യ. ഇങ്ങനെ എങ്ങാനും നമ്മൾ പോയിട്ട് അത്ത വാപ്പായോടും ഉമ്മായോടും ചോദിച്ച അവര് കരയും സന്തോഷം കൊണ്ട്. എന്റെ മോൻ എന്നെ മറന്നില്ലല്ലോ എന്നോർത്ത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മയും വാപ്പയും അറിയണം. ഉമ്മയും വാപ്പയും ഉമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കണം. ഉമ്മയ്ക്ക് ചുംബനം കൊടുക്കാൻ തൊലിയെല്ലാം തുളുങ്ങിപ്പോയ ആ ഉമ്മാനിനി എന്ത് ഉമ്മ ഇല്ലേ? ചങ്ങാതി, നിനക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ ഉമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്താൽ കിട്ടണ പതിവിന് അറിയോ?
മാതാവിന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ച അള്ള തരുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ മക്കളെ ചുംബിക്കാൻ നിൽക്കൂല ആരും. മക്കളെയും പെണ്ണുമ്പിള്ളയും ചുംബിക്കാൻ നിൽക്കൂല. ഉമ്മയുടെ കാൽച്ചുവെട്ടിപ്പോയി കിടക്കുമായിരുന്നു. ഉമ്മയ്ക്കു തന്റെ പെറ്റ തള്ളയ്ക്ക് ഉമ്മ കൊടുക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു തരുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് പറയുമ്പോ ഈ സദസ്സിലിരുന്ന് പല വാപ്പമാരും കരയുന്നുണ്ട്. ഉസ്താദെ, എന്റെ വാപ്പായ്ക്കും ഉമ്മായ്ക്കും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ രണ്ടുപേരും ഖബറിലായി പോയല്ലോ. അപ്പൊ നിനക്കങ്ങനെ തോന്നുമെങ്കിലും ചെയ്തല്ലോ അപ്പ, അതന്നെ വലിയ കാര്യം. നിനക്ക് അങ്ങനെ ഒന്ന് തോന്നുകയെങ്കിലും ചെയ്തല്ലോ. ജീവിച്ചിരിപ്പുണ്ടായിട്ട് തോന്നാത്ത മക്കളുടെ അള്ളാഹു നിങ്ങളുടെയൊക്കെ മരണപ്പെട്ടവരുടെ കബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മണ്ണറ മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആയിഷ, ആ പൊന്നുമോന് ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് അള്ളാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം സ്വന്തം കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ ഉമ്മായിക്കും വാപ്പായിക്കും മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഉരുള ഭക്ഷണമെങ്കിലും വാരി കൊടുക്കുമെന്ന് നിയത്ത് ചെയ്യണം. മക്കളൊക്കെ കൈവക്കിക്കും. മരിക്കുന്നതിന് മുമ്പ് എന്നും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പാത്രം ചോറ് മുഴുവനും കൊടുക്കണമെന്ന് പറയുന്നില്ല. ഒരു ഉരുള ഭക്ഷണമെങ്കിലും ഉമ്മായിക്കും വാപ്പായ്ക്കും വാരി കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് നിയത്ത് ചെയ്യും. കൈവക്കിക്കെ. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഇന്നത്തെ വഅദ് കൊണ്ട് പ്രയോജനമുണ്ട്. രണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് രണ്ടാമതായി പറയുകയാണ്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നു, ആയിഷ വലം യസ്ഫിമാ കലാമുൻ ഖതു. ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? ഉമ്മാടെ മുന്നിൽ ശബ്ദമുയർത്തില്ലായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ഗുണം, ഉമ്മാടെ മുന്നിൽ ശബ്ദമുയർത്താറില്ല ആ മകൻ. നമ്മൾ ഉമ്മാനെ വിളിക്കണ ഭാഷ കേട്ട കണ്ണതില്ലിപ്പോ. അള്ളാഹുവേ, ആ ചെറുപ്പക്കാരൻ തന്റെ ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്താത്ത മകനായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചിന്തിക്ക്. ഇന്ന് ഉമ്മാനെ ചീത്ത വിളിക്കുന്നവരുണ്ട്, ഉമ്മാനെ ഭീഷണിപ്പെടുത്തുന്നവരുണ്ട്, ഉമ്മാനെയും വാപ്പാനെയും ഭരിക്കുന്ന മക്കളുടെ കാലം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് മാതാപിതാക്കൾ എന്ത് ചെയ്യണമെന്ന് മക്കള് പറയും. മാതാപിതാക്കൾ എന്ത് ചെയ്യണമെന്ന് മക്കള് പറയും. വാപ്പാനോടും ഉമ്മാനോടും പറയും, ഇതിനകത്ത് വല്ലതും തിന്നിട്ട് രണ്ടെണ്ണം ഇവിടെ കടന്നോണം അടങ്ങി ഒതുങ്ങി. ഉമ്മാനോട് പറയാ മക്കൾ, എടാ ഇത് ഈ ലോകം തകർന്നു വീഴാൻ സമയമായതിന്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നിനക്ക് പണമായി, ഗൾഫുകാരനായ ഭർത്താവുണ്ട്, നിനക്ക് നല്ല സമ്പത്തുണ്ട്, ഈ നാട്ടിൽ വലിയ വീടുണ്ട്, നിനക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ എവിടുന്ന വന്നേ? പണ്ട് ഈ നാട്ടിൽ കൂടെ നീയൊക്കെ തെക്ക് വടക്ക് നടന്നിരുന്നൊരു കാലുണ്ട്. ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ വായി നോക്കി നടന്നൊരു കാലം എനിക്ക് നിങ്ങൾക്കുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാരും ഒന്ന് പഴയ കാലം ഒരു 10-15 കൊല്ലം പുറകിലേക്കൊന്ന് ചിന്തിച്ച് ഒരു 20 വർഷം പിന്നിലേക്ക് പോ. ഒരു ജോലിയില്ലാതെ വായി നോക്കി നടന്നു. ആ സമയത്ത് പള്ളിയിലെ ഉസ്താദിനെ കാണുമ്പോ നിന്റെ ഉമ്മ പറയും, ഉസ്താദേ 50 രൂപ ഉണ്ട്, എന്റെ മോനൊന്ന് ദുആ ചെയ്യണം ഒരു നല്ല ജോലി കിട്ടാൻ. പാപ്പായും ഉമ്മായും ഉസ്താദന്മാരോടും മക്ബറകളിലും എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ട് നിനക്ക് വേണ്ടി ദുആ, എന്റെ മോക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി ദുആ. നീ ചെയ്തിട്ടുണ്ടാവൂല അതുപോലെ, ഞാനും നിങ്ങൾ അത്രയും ദുആ ചെയ്തിട്ടുണ്ടാവില്ല. ഉമ്മയുടെ കാര്യം പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കാര്യമാ പറഞ്ഞു. അങ്ങനെ നിനക്ക് ദുആ ചെയ്ത് ഒരു വിസ റെഡിയായി, ഗൾഫിൽ പോകാൻ ഒരു വിസ റെഡിയായി. അള്ളാഹുവെ പടച്ചവൻ അങ്ങനെ ഉമ്മ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത്, മോനെ പൊക്കോടാ, അള്ളാഹു നിന്നെ കൈവിടില്ല, പോ, ഞാനുണ്ടല്ലോ പോ. ഉമ്മ ഗൾഫിലേക്ക് യാത്രയാക്കി, ഗൾഫിൽ പോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ വിളിച്ചു പറഞ്ഞു, ഉമ്മ അറബി ഭയങ്കരനാ ഉമ്മ, ഇവിടെ ചൂടാ ഉമ്മ, ഇവിടെ കുബൂസും പച്ചവെള്ളമേ ഉള്ളൂ ഉമ്മ, ശമ്പളവും കുറവാ ഉമ്മ. ഉമ്മ പറഞ്ഞു, മോനെ അറബിയുടെ മനസ്സൊക്കെ മാറും, ഞാനുണ്ടല്ലോ, മോൻ അവിടെ നിൽക്കുന്നു, ക്ഷമിക്ക്. ഉമ്മായും വാപ്പായും വീണ്ടും കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്ത് അറബിയുടെ മനസ്സ് വരെ മാറ്റി. നിനക്ക് ശമ്പളം കൂടി, എല്ലാ സൗകര്യവുമായി, നീ നല്ല നിലയിലായി, അൽഹംദുലില്ലാഹ്. ഉമ്മ ഉടനെ ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ മോൻ ഗൾഫിൽ നിന്ന് വരുമ്പോ ഒരു സാലിഹത്തായ പെണ്ണ്, ഒരു നല്ല പെണ്ണിനെ തന്നെ കൊടുക്കണേ അല്ലാഹ്. ഉമ്മ ദുആ ചെയ്തു നാട്ടിൽ വന്നു. കരിങ്കല്ലത്താണിയിൽ ഏറ്റവും സമ്പന്നന്റെ മകളെ തന്നെ നിനക്ക് വിവാഹം കഴിച്ചു, നിനക്കൊരു നല്ല കെട്ടിയവനെ കിട്ടിയേട്ടാ, നിനക്കൊക്കെ നല്ലൊരു ജീവിതം കിട്ടി, അൽഹംദുലില്ലാഹ്. അത് കഴിഞ്ഞപ്പോ അല്ലാഹുവേ നീ ദുആ ചെയ്തിട്ടുണ്ടാവൂല, ഇത്രയും എനിക്ക് മക്കളെ കിട്ടണേ. നീ കെട്ടിയപ്പോഴേ പറഞ്ഞു, ഇപ്പോഴെങ്ങും മക്കള് വേണ്ട, 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി.
നീ കെട്ടിയപ്പോഴേ ഭർത്താവിനോട് പറഞ്ഞപ്പോഴെങ്കിലും വേണ്ടാന്ന്. എന്നാ ഉമ്മയും വാപ്പയും ദുആ ചെയ്യാൻ തുടങ്ങി, അല്ലാഹുവേ എന്റെ മോനൊരു കുഞ്ഞിനെ കൊടുക്കണേ അല്ലാ, എന്റെ മോള് എനിക്ക് കുഞ്ഞിനെ കാണാനുള്ള കൊതി കൊണ്ടാ അല്ലാ. അങ്ങനെ ദുആ ചെയ്ത് നിനക്ക് അല്ലാഹു മക്കളെയും തളയും. അത് കഴിഞ്ഞപ്പോ ഉമ്മ ദുആ ചെയ്തു, എല്ലാ മക്കൾക്കും വീടായി, അവന് മാത്രം ആയില്ല അല്ലാ, അവനൊരു വീട് കൂടെ കൊടുക്ക റബ്ബേ. ദുആ ചെയ്ത് നിനക്ക് വീടുമായി. അവസാനം പാലുകാച്ചൊക്കെ നടത്തി വീട്ടിൽ നീയൊക്കെ നല്ല നിലയിലായി കഴിഞ്ഞപ്പോ ഉമ്മാനെയും വാപ്പാനെയും കൊണ്ടുവന്ന് വീടിന്റെ അകത്തിരുത്തിട്ട് ഇവൻ പറയാ, വല്ലതും കഴിച്ചിട്ട് ഇവിടെ കടന്നോണം കേട്ടോ, അതിലത്തെങ്ങും കയറരുത് കേട്ടാ. രണ്ടുപേരും അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം. വാപ്പാനെയും ഉമ്മാനെയും ഭരിക്കാൻ വളർന്നു നീ നിന്റെ മാതാവിനെയും പിതാവിനെയും ഭരിക്കാൻ വളർന്നു നീ. അല്ലാഹു അലം. അത്രയ്ക്കും വളർന്നു പോയില്ലേ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിനക്ക് ഭരിക്കാനാണെങ്കിൽ പെണ്ണും പിള്ളയും മക്കളെയും ഭരിക്കണം. ഉമ്മാനെയും വാപ്പാനെയും ഭരിക്കാൻ നീ വളർന്നിട്ടില്ല. നിനക്ക് ആരെങ്കിലും ഭരിക്കണമെന്ന് തോന്നിയാ നിന്റെ കൂടെ കിടക്കണം നിന്റെ പെണ്ണുമ്പിള്ളയല്ലേ, അവളെ റൂമിനകത്ത് കയറ്റിയിരുത്തിയിട്ട് ഭരിക്കണം, അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറുന്നു. പിന്നെ നിന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ, അവനെ ഭരിക്കും. അല്ലാതെ ഉപ്പാനെയും ഉമ്മാനെയും നീ ഭരിക്കാനായിട്ടില്ല. എത്ര വളർന്നാലും എവിടെ എത്തിയാലും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.